റായ്പൂരിൽ മൊണ്ടാൽപുര എന്ന് പറയുന്ന ഒരു വില്ലേജിലായിരുന്നു ഗോസ്താവ് നവീൻ എന്ന് പറയുന്ന ഒരാളും ആളുടെ വൈഫായിട്ടുള്ള 30 വയസ്സുള്ള സാഹരിയും താമസിച്ചിരുന്നത്. ഇവർക്ക് രണ്ടുപേർ കൂടെ 7 വയസ്സുള്ള ഒരു മകൻ കൂടി ഉണ്ടായിരുന്നു. സാധൻ എന്നായിരുന്നു ആ പയ്യന്റെ പേര്. നവീന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ആൾക്ക് അവിടെ ഒരുപാടധികം കൃഷിഭൂമികളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കിട്ടുന്ന പൈസയിൽ നിന്ന് ആൾ പലിശക്കൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. ആളുടെ ഒരു റൊട്ടീൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. അതിനുശേഷം ആളുടെ കൃഷി സ്ഥലത്തോട്ട് പോയിട്ട് അവിടെ മോട്ടറൊക്കെ അടിച്ച് പറമ്പൊക്കെ നനച്ച് അതിനുശേഷം സുഹൃത്തുക്കളൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് ഒരു ഉച്ചക്ക് 1 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഫുഡ് കഴിക്കാവുന്ന ഒരു നേരം ആകുമ്പോഴത്തേനും വീട്ടിലോട്ട് വരും. ആ സമയത്തൊക്കെ സാഹരിയും മകനും വീട്ടിൽ തന്നെയായിരിക്കും ഇരിക്കാറുണ്ടാവുക. അന്ന് കൃത്യമായി പറഞ്ഞാൽ മെയ് 14, 2018 പതിവ് പോലെ തന്നെ നവീൻ രാവിലെ ബൈക്ക് എടുത്ത് തോട്ടത്തിലോട്ട് പോകാനായിട്ട് തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് മകൻ സാധൻ ഞാനും ഇന്ന് തോട്ടത്തിലോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത്. എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മകൻ കേൾക്കുന്നില്ല. അവസാനം നവീൻ മകനെയും കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബൈക്കിൽ കയറ്റിയിട്ട് കുറച്ചങ്ങോട്ട് കൊണ്ട് മാറ്റി നിർത്തിയിട്ട് ഒരു കടയുടെ അവിടെ വണ്ടി നിർത്തുകയാണ്. അതിനുശേഷം ആ കടയിൽ നിന്ന് മിഠായി വാങ്ങിച്ചു കൊടുത്തിട്ട് മകനോട് പറഞ്ഞു, ഇതും കഴിച്ചുകൊണ്ട് നേരെ വീട്ടിലോട്ട് പോക്കോ, ഇന്ന് നല്ല വെയിലാണ്, നമുക്ക് നാളെ പോകാം, വെയിൽ ആറിയിട്ട് പോകാം എന്നുള്ളൊരു കാര്യം പറയുകയാണ്. അപ്പോൾ അതിനുശേഷം നവീൻ നേരെ തൻ്റെ പണിസ്ഥലത്തോട്ട് പോവുകയും ചെയ്തു. ഈ ഒരു പയ്യനാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് മിഠായി കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയില്ല. അവിടെ കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടികളുടെ കൂടെ കളിക്കാനായിട്ട് പോയി. അങ്ങനെ സമയം ഉച്ചക്ക് 1 മണിയായി. നവീൻ പതിവ് പോലെ തന്നെ ബൈക്ക് എടുത്തിട്ട് വീട്ടിലോട്ട് എത്തുകയാണ്. സാധാരണഗതിയിൽ നവീൻ്റെ ബൈക്കിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ സാധൻ പുറത്തോട്ട് ഓടി വരും. ഈ നവീൻ എന്തെങ്കിലുമൊക്കെ കഴിക്കാനോ മിഠായോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരൽ പതിവുണ്ടായിരുന്നു. അതുപോലെ തന്നെ അച്ഛൻ്റെ ബൈക്കിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മകൻ പുറത്തോട്ട് വരുന്നത് പതിവുള്ളൊരു കാര്യമായിരുന്നു. എന്നാൽ അന്നത്തെ ദിവസം സാധനെ കണ്ടില്ല. അപ്പോൾ നവീൻ അത് വലിയ കാര്യമാക്കിയില്ല. മകൻ ഉറങ്ങായിരിക്കും എന്ന് വിചാരിച്ചു. ആള് വീട്ടിലോട്ട് കയറിയിട്ട് ഭാര്യനോട് ഫുഡ് എടുത്തു വെക്കാനായിട്ട് പറഞ്ഞു. അതിനുശേഷം ഭാര്യ ഫുഡ് എടുത്തു വെച്ചു. ആള് കൈ കഴുകിയിട്ട് ഇങ്ങനെ കഴിക്കാനിരിക്കുന്നതിൻ്റെ ഇടയിൽ ആള് തൻ്റെ വൈഫിനോട് ചോദിക്കുകയാണ് മകൻ ഉറങ്ങായിരിക്കുമല്ലോ എന്നുള്ളത്. അപ്പോൾ വൈഫ് ഇയാളോട് ചോദിച്ചൊരു ചോദ്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കൂടെ അല്ലേ രാവിലെ അവൻ പോയത്, എന്നിട്ട് നിങ്ങളിപ്പോൾ എന്നോടാണോ ചോദിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമായിരുന്നു. ഇത് കേട്ട് നവീൻ ആകെപ്പാടെ ഷോക്കാവുകയാണ്. അപ്പോൾ സാധന് എന്താണ് സംഭവിച്ചത്, അവിടെ നിന്ന് സാധൻ എങ്ങോട്ടാണ് പോയത്, സാധനെ കണ്ടുപിടിച്ചോ ഇല്ലയോ? അപ്പോൾ ആ ഒരു സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസിൻ ദിസ് സൈഡ്. അങ്ങനെ സാഹരിയും നവീനും സാധനെ അന്വേഷിച്ച് ഇറങ്ങുകയാണ്. അപ്പോഴത്തേനും ആ ഒരു പയ്യനെ കാണാനില്ല എന്നുള്ളൊരു വിവരം നാട്ടിൽ മുഴുവൻ പരന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ റിലേറ്റീവ്സും നൈബേഴ്സും എല്ലാവരും കൂടിയും ആ ഒരു പയ്യനെ അന്വേഷിച്ചിറങ്ങുകയാണ് ഉണ്ടായത്. അവർ എത്രയൊക്കെ അന്വേഷിച്ചിട്ടും ആ ഒരു ഗ്രാമം മുഴുവൻ അന്വേഷിച്ചിട്ടും ആ ഒരു പയ്യനെ കണ്ടെത്താനായില്ല. അതിനുശേഷം പോലീസിൽ പോയിട്ട് ഒരു മിസ്സിംഗ് കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് 3 കിലോമീറ്റർ മാറിയിട്ടുള്ള മുണ്ടാൽപുര പോലീസ് സ്റ്റേഷനിലോട്ട് ഇവർ പോവുകയും ഇത്തരത്തിലുള്ള ഒരു മിസ്സിംഗ് കംപ്ലൈന്റ് ഫയൽ ചെയ്യുകയും ചെയ്തു. പോലീസുകാർ ഉടനെ തന്നെ ഗ്രാമത്തിലോട്ട് എത്തിയിട്ട് ഈ ഒരു പയ്യനെ അന്വേഷിക്കുകയാണ്. എന്നാൽ എത്ര അന്വേഷിച്ചിട്ടും സാധനെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അപ്പോൾ പോലീസുകാർ ചോദ്യം ചെയ്യൽ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തന്നെ നവീനെയും സാഹരിയെയാണ് ചോദ്യം ചെയ്തത്. അവരോട് നിങ്ങൾക്ക് വല്ല ശത്രുക്കളുണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ആരെങ്കിലും ചെയ്തതായിരിക്കും വല്ല സംശയമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ എനിക്കങ്ങനെ എൻ്റെ മകനെ തട്ടിക്കൊണ്ടുപോകാവുന്ന അത്രത്തോളം ഉള്ള ശത്രുക്കളൊന്നുമില്ല, അതുപോലെ തന്നെ എനിക്ക് ആരെയും സംശയമില്ല എന്നുള്ളൊരു കാര്യം പറയുകയാണ്. അപ്പോൾ പോലീസ് ആകെപ്പാടെ സ്റ്റക്കായിട്ടുള്ള ഒരു സിറ്റുവേഷനിലോട്ട് എത്തി. അപ്പോൾ ഈ ഒരു പയ്യനെ വേറെ ഏതെങ്കിലും ഗ്യാങ് കടത്തിക്കൊണ്ട് പോയതായിരിക്കും എന്നുള്ളൊരു അസംഷനിലോട്ട് പോലീസുകാരെത്തുകയാണ്. അങ്ങനെ അസ്യൂം ചെയ്യാനായിട്ട് വേറൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ആ ഒരു വർഷം 3 കുട്ടികൾ ഇതേപോലെ തന്നെ കാണാതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതോ ഒരു ഗ്യാങ് ഇതേപോലെ തന്നെ കുട്ടികളെ കടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ആ ഒരു ഗ്യാങ്ങിന്റെ കയ്യിൽ പെട്ടതായിരിക്കും ഈ സാധനം എന്നുള്ളൊരു നിഗമനത്തിലോട്ട് പോലീസുകാരെത്തുകയാണ്. പോലീസുകാർ ഈ ഒരു കേസ് സീരിയസ് ആയിട്ട് എടുത്തു. SP-യുടെ അണ്ടറിൽ 3 ടീമിനെ അസൈൻ ചെയ്യുകയാണ് ഈ ഒരു കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞു. ഈ നവീൻ്റെയും സാഹരിയുടെയും കാര്യം പറയുക എന്നുണ്ടെങ്കിൽ അവർ ഫുഡ് പോലും കഴിക്കാതെ കിടന്ന് കരയുകയായിരുന്നു. തങ്ങളുടെ മകൻ എങ്ങനെയെങ്കിലും തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ കടന്നുപോയത്. എന്നാൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ നവീൻ്റെ ഫോണിലോട്ട് ആളുടെ ഒരു ഫ്രണ്ട് വിളിക്കുകയാണ്. പെട്ടെന്നോട്ട് ഇവിടെ വരെ വരാൻ പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു ഫ്രണ്ട് വിളിച്ചത്. ഉടനെ തന്നെ നവീൻ ബൈക്ക് എടുത്തിട്ട് ആ ഫ്രണ്ട് പറഞ്ഞ സ്ഥലത്തോട്ട് പോവുകയായിരുന്നു. അവരുടെ വീടിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു ഏരിയയിലോട്ടായിരുന്നു വിളിച്ചത്. അവിടെ ഒരു കുറ്റിക്കാട്ടിൽ ഒരു സ്യൂട്ട് കേസ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്യൂട്ട് കേസിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് നിന്ന് ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈച്ച ഇറങ്ങുന്നുണ്ടായിരുന്നു. ആ ഒരു നവീൻ അവിടെ എത്തുമ്പോഴത്തേനും ആളുകളും കൂടിയിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ പോലീസുകാരും ആ ഒരു സ്ഥലത്തോട്ട് എത്തുകയാണ്. അപ്പോൾ നവീൻ്റെ മനസ്സിൽ ആകപ്പാടുണ്ടായിരുന്നത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇത് എൻ്റെ മകനായിരിക്കരുതേ എന്നുള്ളൊരു പ്രാർത്ഥനയായിരുന്നു. പോലീസുകാരെത്തി സിബ് തുറന്ന് നോക്കിയപ്പോൾ അവർക്ക് കാണാനായത് 7 വയസ്സുള്ള സാധൻ്റെ മൃതദേഹമാണ്. വിവരമറിഞ്ഞ് കരഞ്ഞുകൊണ്ട് സാഹരിയും ആ ഒരു സ്ഥലത്തോട്ട് എത്തുകയായിരുന്നു. രക്തത്തിൽ കുളിച്ചിട്ടായിരുന്നു ആ ഒരു ബോഡി ഉണ്ടായിരുന്നത്. പിന്നീട് ബോഡി റിക്കവർ ചെയ്ത് പോലീസുകാർ ഓട്ടോപ്സിക്ക് അയച്ചു. ഓട്ടോപ്സി റിപ്പോർട്ട് വന്നപ്പോൾ തലയിൽ ശക്തമായിട്ട് അടി കിട്ടിയിട്ടാണ് ഈ ഒരു പയ്യൻ മരിച്ചത് എന്നുള്ളൊരു കാര്യം വ്യക്തമാവുകയാണ്. അപ്പോൾ പോലീസുകാർ ഈ ഒരു സംശയത്തിൻ്റെ പേരിൽ 14 പേരെ കസ്റ്റഡിയിലെടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഓരോരുത്തരായിട്ട് ഇങ്ങനെ ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങി.
എന്നാൽ ആ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ 14 പേരിങ്ങനെ മാറ്റി നിർത്തിയപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരാൾ എന്തോ ഒരു കാര്യം പറയുന്നത് പോലീസിൻ്റെ ചെവിയിലെത്തുകയാണ്. ആള് പറഞ്ഞത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങളെ ചോദ്യം ചെയ്തിട്ട് എന്ത് കിട്ടാനാണ്, തെറ്റ് ചെയ്ത ആളുകളെല്ലാം ചോദ്യം ചെയ്യേണ്ടത്, അറിയാവുന്ന ആളുകളെ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലല്ലേ പോലീസിന് കാര്യം മനസ്സിലാവുള്ളൂ എന്നുള്ളൊരു കാര്യമായിരുന്നു ആള് പറഞ്ഞത്. അങ്ങനെ ആളെ പോലീസുകാരെ ചോദ്യം ചെയ്യുകയാണ്. എന്താണ് പറഞ്ഞതെന്നൊക്കെ ചോദിച്ചു. അയാൾക്ക് പറയാനുള്ള കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നവീനെയും സാഹരിയെയും എല്ലാവരെയും വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നവീനോട് പൊക്കോളാനായിട്ട് പറയുകയാണ്. സാഹരിനോട് ഇപ്പോൾ പോകണ്ട, പിന്നീട് എന്താ പറയുക കൊണ്ട് വിട്ടോളാം എന്നുള്ളൊരു കാര്യം പറഞ്ഞു. എന്നാൽ നവീന് അത് സമ്മതിച്ചില്ല. അതായത് തൻ്റെ വൈഫിനെ കൊണ്ടെത്താൻ പോകുള്ളൂ, ഇല്ലെങ്കിൽ താനും ഇവിടെ തന്നെ നിൽക്കുന്നുള്ളൊരു കാര്യം പറയുകയാണ്. അപ്പോൾ പോലീസുകാർ നവീനെ നിർബന്ധിച്ച് പറഞ്ഞയക്കാനായിട്ട് ശ്രമിക്കുകയാണ്. നവീൻ പോകില്ല എന്ന് പറഞ്ഞു. അവസാനം പോലീസുകാർ പറഞ്ഞു, ഓക്കെ സാഹരിയുടെ പാരൻസ് ഇവിടെ നിൽക്കട്ടെ, സാഹരി ഇവിടെ നിൽക്കട്ടെ, താൻ പൊക്കോളാനായിട്ട് പറയുകയാണ്. അങ്ങനെ അവസാനം നവീൻ തിരിച്ച് വീട്ടിലോട്ട് പോവുകയും ചെയ്തു. ആ ഒരു സമയത്ത് പോലീസുകാർ സാഹരിയെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ഇത് നടക്കുന്നത് വൈകുന്നേരം ഏകദേശം ഒരു 5 മണിക്കാണ് കേട്ടോ. അതിനുശേഷം ഒരു ഈവനിങ് 7 മണിയൊക്കെ ആയപ്പോഴത്തേനും അവരുടെ ഗ്രാമത്തിലോട്ട് പോലീസ് ജീപ്പ് വരികയാണ്. അതിനുശേഷം ഈ ഒരു നവീൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലുള്ള ഒരു 14 വയസ്സുള്ള ഒരു പയ്യനെ പോലീസുകാർ ഇതേപോലെ തന്നെ ജീപ്പിൽ കയറ്റിയിട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ ആ ഒരു പയ്യനെയും സാഹരിയെയും ഒരുമിച്ചിരുത്തി പോലീസുകാർ ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ സാഹരി ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു, എൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരു പയ്യനെ ഇവിടെ കൊണ്ടു നിർത്തിയിട്ട് എന്തിനാണെന്നുള്ളത്. ഇത് കേട്ട ഒരു ലേഡി കോൺസ്റ്റബിൾ സാഹരിയുടെ ചെവിക്കണ്ടം നോക്കി ഒന്ന് കൊടുക്കുകയായിരുന്നു. എന്നിട്ട് അവർ പറഞ്ഞു, അതായത് അവരുടെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിൽ സാഹരിയുടെ കോൾ ഡീറ്റെയിൽസ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 4 ദിവസം, അതായത് മകൻ കാണാതാകുന്ന ആ ഒരു സമയം തുടങ്ങിയിട്ടുള്ള 4 ദിവസം ഏകദേശം 40 തവണയായിരുന്നു ആ ഒരു പയ്യനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ജാഗ്രതയായിട്ടിരിക്കുക, ബി കെയർഫുൾ എന്നുള്ള രീതിയിലുള്ള ഒരു മെസ്സേജും കാര്യങ്ങളും കൂടെ അയച്ചിട്ടുണ്ടായിരുന്നു. ഇത് എന്തിനാണെന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണ്. അപ്പോൾ സാഹരി പറഞ്ഞു, എനിക്ക് ചെറിയ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഒരു പയ്യനാണ്, അതുകൊണ്ടാണ് വിളിച്ചത്. പിന്നെ എന്താ പറയുക, ഈ പയ്യൻ്റെ പാരൻസ് ഒന്നും നാട്ടിലുള്ള ബിസിനസ്സായിട്ട് പുറത്താണ്, അതുകൊണ്ട് ജാഗ്രതയായിട്ടിരിക്കാനായിട്ട് മെസ്സേജ് അയച്ചതാണെന്നുള്ളൊരു കാര്യം പറയുകയാണ്. അപ്പോൾ അതിനുശേഷം പോലീസുകാർ ഈ പയ്യനെ മാറ്റി നിർത്തിയിട്ട് ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങി. പോലീസുകാർ ലാത്തിയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. പോലീസുകാരുടെ മട്ടും പാവമൊക്കെ കണ്ടപ്പോൾ ഈ പയ്യൻ പേടിച്ച് നടന്ന എല്ലാ കാര്യങ്ങളും പറയാനായിട്ട് തുടങ്ങുകയാണ്. നവീൻ്റെ വീട്ടിലെ കാര്യം പറയാന്നുണ്ടെങ്കിൽ, നവീൻ രാവിലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചവരെ ഈ ഒരു സാഹരിയും മകനും ആ ഒരു വീട്ടിൽ ഒറ്റയ്ക്കാണുള്ളത്. അപ്പോൾ ഇവരുടെ വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു ഈ ഒരു 14 വയസ്സുള്ള പയ്യൻ താമസിച്ചിരുന്നത്. തൻ്റെ അമ്മൂമ്മയുടെ കൂടെയായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ അവരുടെ വീട്ടിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സാഹരിയുടെ അടുത്ത് പോയിട്ട് ചോദിക്കാനായിരുന്നു അമ്മൂമ്മ ഈ ഒരു പയ്യനോട് പറയാറുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ എന്തെങ്കിലും പഞ്ചസാര ഇല്ലെങ്കിൽ, തേയിലില്ലെങ്കിൽ, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പില്ലെങ്കിൽ, അതായത് ജസ്റ്റ് നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ പോയി ചോദിക്കുമല്ലോ. അങ്ങനെയായിരുന്നു ഈ ഒരു പയ്യൻ ആ ഒരു വീട്ടിലോട്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നത്. എന്നാൽ സ്ഥിരമായിട്ട് ഈ ഒരു പയ്യൻ വരുന്നുണ്ട്. ഈ ഒരു പയ്യനെ കണ്ടിട്ട് സാഹരിക്ക് ഈ ഒരു പയ്യൻ്റെ അടുത്ത് വേറൊരു രീതിയിലുള്ളൊരു അട്രാക്ഷൻ തോന്നുകയാണ്. അങ്ങനെ സാഹരി ഒരു പയ്യനെ യൂസ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. പതിയെ ആ ഒരു പയ്യനെ വശീകരിക്കാനായിട്ട് തുടങ്ങി. ആദ്യം ആ ഒരു പയ്യന് ചെറിയ ഒരു എന്താ പറയുക ഒരു മടി ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിലും പിന്നീട് ആ ഒരു ഇതിലോട്ട് വീഴുകയായിരുന്നു. പിന്നീട് ഇവരില്ലാത്ത സമയത്ത്, അതായത് നവീൻ വീട്ടിലില്ലാത്ത സമയത്ത് സ്ഥിരമായിട്ട് ഈ ഒരു പയ്യൻ സാഹരിയുടെ അടുത്തോട്ട് വരുന്നത് പതിവായി. അപ്പോൾ നവീനും ഈ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 7 വയസ്സുള്ള മകനും ഈ ഒരു കാര്യത്തിനെ കുറിച്ച് യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഒരു പയ്യൻ സ്ഥിരമായിട്ട് ഇങ്ങോട്ട് വരുന്നതും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ നാട്ടിലുള്ള ബാക്കിയുള്ള ചില ആളുകൾക്ക് ഇത്തരത്തിലുള്ള റിലേഷനെ കുറിച്ചിട്ടുള്ള സംശയങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അതൊന്നും ആരും തന്നെ ഈ ഒരു നവീൻ്റെ അടുത്തൊന്നും പോയി പറഞ്ഞില്ല. വെറുതെ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കണമെന്ന് ആലോചിച്ചിട്ടായിരിക്കും, എന്തായാലും ഒന്നും പറഞ്ഞില്ല. അങ്ങനെ എന്നത്തെയും പോലുള്ള ഒരു ദിവസമായിരുന്നു മെയ് 14. അപ്പോൾ അന്നത്തെ ദിവസം നവീൻ ഇതേപോലെ തന്നെ ബൈക്ക് എടുത്ത് പോയപ്പോൾ ഈ സാധനം കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം സാധനയും കൊണ്ട് ഈ നവീൻ ബൈക്ക് എടുത്ത് പുറത്തോട്ട് പോവുകയാണ്. ഇത് 14 വയസ്സുള്ള ഒരു പയ്യൻ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും മകനും പോയി, വീട്ടിൽ സാഹരി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കറക്റ്റ് ടൈമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പയ്യൻ നേരെ ആ ഒരു വീട്ടിലോട്ട് കയറുകയും ചെയ്തു. എന്നാൽ ഈ ഒരു നവീൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മകനെയും കൊണ്ട് തോട്ടത്തിലോട്ട് പോയില്ല. അവിടെ അടുത്തുള്ള ഒരു മിഠായി കടയിൽ ഇതേപോലെ തന്നെ നിർത്തിയിട്ട് മിഠായി വാങ്ങിച്ചു കൊടുത്തിട്ട് പയ്യനോട് വീട്ടിൽ പോകാൻ പറഞ്ഞു. ഈ പയ്യൻ മിഠായി ഒക്കെ കഴിച്ച് അവിടെ കുറച്ച് പിള്ളേർ കളിക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടികളുടെ കൂടെ കുറച്ച് നേരമൊക്കെ കളിച്ച് അതിനുശേഷം നേരെ തൻ്റെ വീട്ടിലോട്ട് നടന്നു പോവുകയാണ്. വീട്ടിലെത്തിയപ്പോൾ സാധനം കണ്ട കാഴ്ച ഒരു തുണിയും ഇല്ലാതെ കിടക്കുന്ന സ്വന്തം അമ്മയെയും അതുപോലെ തന്നെ തൊട്ടപ്പുറത്തെ വീട്ടിലത്തെ പയ്യനെയുമാണ്. അപ്പോൾ സാധനം ഇവരും കണ്ടു. അപ്പോൾ പെട്ടെന്നുകൊണ്ട് തന്നെ അവർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഈ കാര്യം എന്തായാലും അച്ഛൻ്റെ അടുത്ത് പറയരുത് എന്നുള്ളൊരു കാര്യം പറയുകയാണ്. എന്നാൽ സാധൻ എന്താണെന്നുണ്ടെങ്കിലും താനത് അച്ഛൻ്റെ അടുത്ത് പറയുമെന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്തു. ആ ഒരു സമയത്ത് സാഹരി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തുള്ളൊരു തുണിയെടുത്ത് ഈ ഒരു പയ്യൻ്റെ ഇങ്ങനെ തല മൂടുകയായിരുന്നു. ആ ഒരു സമയത്ത് അടുത്തുണ്ടായിരുന്ന ഒരു ഇരുമ്പ് റോഡ് എടുത്ത് ആ ഒരു പയ്യൻ, അതായത് 14 വയസ്സുള്ള പയ്യൻ ഈ 7 വയസ്സുള്ള പയ്യൻ്റെ തലക്കടിക്കുകയായിരുന്നു.
അപ്പോൾ തല പൊളിഞ്ഞ് അതുപോലെ തന്നെ ബ്ലഡ് അധികം ലോസ് ആയിട്ട് ആ പയ്യൻ അവിടെ തന്നെ വീണ് മരിക്കുന്നൊരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. അപ്പോൾ അതിനുശേഷം ഈ 14 വയസ്സുള്ള പയ്യൻ തൻ്റെ സ്വന്തം വീട്ടിലോട്ട് പോയിട്ട് അവിടെ നിന്ന് വലിയൊരു സ്യൂട്ട് കേസ് എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ ആ ഒരു ബോഡി ഈ ഒരു സ്യൂട്ട് കേസിൻ്റെ ഉള്ളിലാക്കി. അതിനുശേഷം ഈ ഒരു പയ്യൻ ആ ബോഡി തൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയി വെച്ചു. സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ആ റൂം ഫുള്ളും ബ്ലഡ് സ്ട്രെയിൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്ത് വെക്കുകയും ചെയ്തു. അതിനുശേഷം ഒന്നും അറിയാത്ത പോലെ ഇരിക്കുകയും ചെയ്തു. പിന്നീടാണ് ഉച്ച സമയമായപ്പോൾ ഈ ഒരു നവീൻ വരുന്നതും അതിനുശേഷം മകനെ കാണാനില്ല എന്നുള്ളൊരു ഡ്രാമ അരങ്ങേറുന്നതും. ഈ സ്യൂട്ട് കേസ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് രാത്രി ഒരു 10-12 മണി കഴിഞ്ഞപ്പോൾ ഈ ഒരു പയ്യൻ തൻ്റെ സൈക്കിളിൻ്റെ ബാക്കിൽ വെച്ച് കഴിഞ്ഞിട്ട് വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു കുറ്റിക്കാടിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു സ്യൂട്ട് കേസാണ് പിന്നീട് ഇതേപോലെ തന്നെ നാട്ടുകാർ കണ്ടെത്തിയതും പിന്നീട് പോലീസുകാരെത്തിയതും അതിനുശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞതും. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും സാഹരി ജയിലിലാണ്, അതുപോലെ തന്നെ ഈ ഒരു പയ്യൻ ജുവനൈൽ ഹോമിലുമാണ് ഉള്ളത്. വിവരങ്ങളൊക്കെ അറിഞ്ഞ നവീൻ എനിക്കിനി അങ്ങനെ ഒരു ഭാര്യ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സ്ത്രീയെ ഡിവോഴ്സ് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ ആ ഒരു സ്ത്രീ ജയിലിലാണ്, ഇതേപോലെ തന്നെ ഈ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു കേസിനെ കുറിച്ചിട്ട് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.